നീണ്ട 4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റാസ് അൽ ഖൈമയാണ്. അപ്പോൾ ആ റാസ് അൽ ഖൈമയിലെ വലിയ കൊട്ടാരത്തിലെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും രാജകുമാരിയുടെയും അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഡയലോഗ് ഇത്തിരി കൂടുതലാണെങ്കിലും പക്ഷേ ഇരിക്കട്ടെ, ഒരു വെയിറ്റിനെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ആ എയർപോർട്ട് എന്ന് പറയുന്നത് ചെറിയ എയർപോർട്ടാണ്. പക്ഷേ നമുക്ക് ട്രോളിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചിയോടും ചേട്ടനോടൊക്കെ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന സാധനം ഒന്ന് വീഡിയോ എടുത്തോളൂ എന്ന്. ഈ ട്രോളി ഉണ്ടല്ലോ, അത് തള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ വെറുതെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോയാൽ ഇത് നീങ്ങിപ്പോവും. പക്ഷേ ഇത് നേരെ ഉന്തുന്നത് ബ്രേക്കാണ് അത്ര. ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ട് ഉന്തിയാലേ ഇത് ഉന്താൻ പറ്റുള്ളൂ എന്ന് ഞാൻ പുറത്തേക്ക് എത്തിയതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ആൻഡ് എത്തിയ ശേഷം ഞാൻ കണ്ടു എൻ്റെ ഡയമണ്ടിനെ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. കുറേ ലേറ്റായിട്ടാണ് എണീറ്റത്. ചേച്ചി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനും കുട്ടിയും അമ്മയും കൂടെ ഞങ്ങളുടെ ഡേ 1 ഓഫ് ഔട്ടിങ് തുടങ്ങി ശനിയാഴ്ച. അപ്പോൾ ഈ മണലാരണ്യങ്ങളിലൂടെ ഞങ്ങൾ യാത്ര പോവുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലേക്കാണ്. ഒരു സ്ക്വയർ ബിൽഡിങ് കാണുന്നുണ്ടോ? അതിൻ്റെ ബാക്കിലൊരു നീണ്ട സാധനം കാണുന്നതാണ് ബുർജ് ഖലീഫ. അതെ, ഞങ്ങൾ പോകുന്നത് ബുർജ് ഖലീഫ കാണാനാണ്. ഞാനൊരു ഗൾഫ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചേച്ചിയോട് ആദ്യം പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിലെ ബുർജ് ഖലീഫ അതെന്നെ ഒന്ന് കാണിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ചെന്ന് അന്ന് തന്നെ അത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 4 ആളും കൂടെ പോയി. ചേച്ചിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഇൻസ്പെക്ഷൻ്റെ തിരക്കൊക്കെ ഉള്ള കാരണമാണ്. അതാ വരുന്നു ഗൈസ്, അതാ വരുന്നു ബുർജ് ഖലീഫ. ഈ ബുർജ് ഖലീഫ കാണുന്നതിന് മുന്നേ ഞാനും കുട്ടിയും അമ്മയൊക്കെ കാറിൻ്റെ ബാക്കിൽ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. ചേട്ടൻ പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് നീ കാണാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതൊരു വൈബാണ് ബുർജ് ഖലീഫ കാണുക എന്നുള്ളത്. ആ വഴിക്ക് നിന്ന് കാണാൻ ഞങ്ങൾ പിന്നെയാണ് പോയത്. നേരെ നമ്മൾ വിട്ടത് മാൾ ഓഫ് എമിറേറ്റ്സ് കാണാനാണ്. ഈ മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അവിടുത്തെ ഒരു മാളും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ സ്ഥലം എന്നുള്ളത് കുറേ വലിയൊരു സ്ഥലമാണ്. ഫ്ലോറുകളൊക്കെ കുറവാണെങ്കിലും നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചുറ്റിത്തിരിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് അവിടെ കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സ്കീ ദുബായിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിപ്പോയി. Meet the penguins. Stay safe and enjoy your visit. നമ്മുടെ ആൾ എത്ര തന്നെ വീരശൂര പരാക്രമിയായാലും ആ മാനിനെ കണ്ട് പേടിച്ചോടി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ സ്കീ ദുബായ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്നോ ആണ്. സ്നോ വിത്ത് പെൻഗ്വിനാണ്. കുറേ സ്നോ റൈഡുകളുണ്ട്. ആൻഡ് അവിടെ പെൻഗ്വിൻസിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചൊക്കെ കഴിക്കാമെന്ന് തോന്നുന്നു. ഇത് എൻ്റെ ഒരു പുറത്ത് നിന്നെടുത്ത വീഡിയോ ആണ്. നല്ല രസമാണ് അത് കാണാൻ. ഈ സ്നോയിലൂടെ നമ്മൾ കളിക്കുക, കേബിൾ കാറ്, ട്രെക്കിങ് അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം അവർ അലോട്ട് ചെയ്യുന്ന ടൈമിൽ പെൻഗ്വിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതാണ് സ്കീ ദുബായിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. നല്ല രസമാണ് അത് കണ്ട് നിൽക്കാൻ. നമുക്ക് കളിക്കാൻ പോകാൻ വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ പോയ സമയം ഒരു തണുപ്പിൻ്റെ ക്ലൈമറ്റ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലും തണുപ്പ്, ചെന്നന്ന് തൊട്ട് തന്നെ ജലദോഷ പനി അങ്ങനെയൊക്കെ. പിന്നെ അവിടുത്തെ മാളുകളെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ഷൻസ് ഉണ്ട്. ഇന്ന വഴി കൂടെ പോയി ഇന്ന വഴി കൂടെ എത്താം എന്നൊക്കെ ഉള്ളൊരു ഡയറക്ഷൻസ് നമുക്ക് കാണിച്ചു തരും. പക്ഷേ ആദ്യമായിട്ട് ചെല്ലുന്ന ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് മാൾ ഓഫ് എമിറേറ്റ്സ് നടന്ന് എൻ്റെ നടു ഒടിഞ്ഞു എന്നല്ലാതെ മൈ പേഴ്സണൽ ചോയ്സ് എനിക്ക് മാൾ ഓഫ് എമിറേറ്റ്സ് ഇഷ്ടപ്പെട്ടില്ല. പിടിച്ച് അറബിയെ പിടിച്ച് വീഡിയോയിൽ പിടിച്ചു. ഒരു അറബികളെയും ഞാൻ വിട്ടിട്ടില്ല. വീഡിയോയിൽ എല്ലാ അറബികളെയും ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ മാളുകൾ നല്ല വൃത്തിയാണ്. മാളുകൾ മാത്രമല്ല, ദുബായ് എന്നുള്ളൊരു സിറ്റി നല്ല വൃത്തിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇതിനകത്ത് ഈ സ്നോ ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ സ്ഥലത്തും എം.ആർ എന്ന് കാണാം. ഈ എം.ആർ ആണ് അവിടുത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി അത്ര. ഇതിനകത്തൊരു വെളുത്ത ഉടുപ്പിട്ട ആ പെണ്ണിൽ അത് ഭയങ്കരമായിട്ടാണ് ഇത് സ്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ
അതിൻ്റെ ശരിക്കുള്ള അഭ്യാസം എനിക്ക് എടുക്കാൻ കിട്ടിയില്ല. ഇതൊരു വളരെ ചെറിയ അഭ്യാസമാണ് അതിൻ്റെ. അത് ഭയങ്കര അതിഗംഭീരമായിട്ടാണ് അതിൽ അഭ്യസിച്ചിരുന്നത്. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ജിറാഫായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. പക്ഷേ അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് അതൊരു ഡിനോസർ ആണെന്ന് മനസ്സിലായത്. അത് ശരിക്കും ഒരു ഡിനോസറിൻ്റെ സ്കെൽറ്റനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. എത്ര അടിയാണ്, എത്ര കാലപ്പഴക്കമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ എവിടെ തിരിഞ്ഞാലും ഊത്, അത്തർ, സ്പ്രേ, ഡേറ്റ്സ്, നട്ട്സും ചോക്ലേറ്റും ഒക്കെ കുറവെന്നല്ല, കമ്പാരിറ്റീവ്ലി ഡേറ്റ്സാണ് കൂടുതലുള്ളത്. ഈ സാധനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതൊരു പാമ്പിൻ്റെ തോലാണ്. എങ്ങനെയും മനുഷ്യന്മാർ അത് ഇടുന്നാവോ? ഉണ്ടാക്കി വെച്ചാളെ സമ്മതിക്കണം. ആൻഡ് ഇത് വലിയൊരു അക്വേറിയമാണ്. കഥ പറഞ്ഞ് ഇത് ഏതാ സ്ഥലം എന്നങ്ങ് പറയാൻ വിട്ടുപോയി. നമ്മൾ സ്കീ ദുബായ് കഴിഞ്ഞപ്പോൾ തന്നെ മാൾ ഓഫ് എമിറേറ്റ്സിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ദുബായ് മാളാണ്. അപ്പോൾ ദുബായ് മാളിൻ്റെ അകത്താണ് ഇത്ര വലിയൊരു അക്വേറിയം ഉള്ളത്. അപ്പോൾ ഇതിൽ ഇല്ലാത്ത മീനുകളില്ലെന്ന് തോന്നുന്നു. കുറേ മത്സ്യങ്ങൾ നമ്മൾ കണ്ടു. ആൻഡ് ഇതിനകത്ത് ഫീഡ് ചെയ്യാൻ ആൾക്കാർ പോകുന്നുണ്ട്. ആൻഡ് ഇതും ഒരു അറബിയാണ്. അറബീനെ കാണാൻ വേണ്ടി മാത്രം ദുബായ് പോയൊരവസ്ഥയായിരുന്നു. പിന്നെ ഈ മാളിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിയ ആ സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. ആ നോക്കിയപ്പോൾ കണ്ടതാണ് മക്കളെ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ബുർജ് ഖലീഫ. ആൻഡ് ബുർജ് ഖലീഫ നമുക്ക് ഇപ്പോൾ കാണുമ്പോഴല്ല ഭംഗി തോന്നണേ, അതിനൊരു സമയമുണ്ട്. അതായത് അവിടെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ഒരു വാട്ടർ ഫൗണ്ടെയിൻ വരും. ആക്ച്വലി വാട്ടർ ഫൗണ്ടെയിൻ നമുക്ക് നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ആ വാട്ടർഫോളും ആ ബുർജ് ഖലീഫയും കൂടി കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അത് കാണേണ്ട ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളുണ്ടല്ലോ ഈ 2 മാളും കൂടെ നടന്ന് നന്നായി തളർന്നിട്ടാണ് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ ഫൗണ്ടെയിൻ്റെയും ബുർജ് ഖലീഫയുടെയും നടുക്കായിരുന്നു. ആൻഡ് ഫൗണ്ടെയിൻ തുടങ്ങിയ വശം തന്നെ നമ്മൾ ഫൗണ്ടെയിൻ കാണാൻ നിന്നു. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാനൊരു താരതമ്യം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നല്ല വൃത്തിക്ക് എൻ്റെ ചേട്ടൻ നിന്ന് വീഡിയോ എടുത്ത് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ നമ്മുടെ തൃശ്ശൂർ പാർക്കിൽ ഇതുപോലൊരു ഫൗണ്ടെയിൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ചേട്ടനെ നോക്കിയിട്ടൊരു ചോദിച്ചു, നീ ദുബായിനും തൃശ്ശൂരിനാണോ അപ്പോൾ കമ്പയർ ചെയ്യണേന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു സംഭവം ആ സമയത്ത് അവിടെ ഉണ്ടായി. ആൻഡ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വാട്ടർ ഫൗണ്ടനും അത് അവരുടേതായിട്ടുള്ളൊരു പാട്ടൊക്കെ വെച്ചിട്ട്. ഈ ഭംഗിയല്ല, ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഭംഗിയാണ്. അതും ഇവിടെയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ഈ ഫൗണ്ടനും ഈ ബുർജ് ഖലീഫയും കൂടെ ഉള്ള ഒരു കാഴ്ചയുണ്ട്. ആ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വാട്ടർ ഫൗണ്ടെയിൻ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സിൻ്റെ ഷോ ആണ്. ഓരോ ഹാഫ് ആൻ അവറിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഷോ കണ്ടു. ഞങ്ങൾ പിന്നെ ഈ ലൈറ്റും കൂടെ വെച്ച് കാണണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ലൈറ്റ് ഇട്ടുള്ള ഒരു ദുബായിയുടെ വൈബ്. ഈ ബുർജ് ഖലീഫയുടെ ഓരോ ഫ്ലോറിനും ഓരോ ടൈമിലാണ് ലൈറ്റ് ഇട്ടിട്ട് അവർ കൊണ്ടുവരുന്നത്. വെള്ളം കിട്ടണല്ല.
നൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കാൻ നേരത്തെ ചേട്ടൻ പറഞ്ഞു ഒരു സാധനം കൂടി ഉണ്ട് ഇവിടെ കാണാമെന്ന്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാട്ടർഫോൾസ്, മാളിൻ്റെ അകത്ത് വാട്ടർഫോൾസ്. ആൻഡ് അത് നല്ല ഭംഗിയുണ്ട്. അതായത് നമ്മളെവിടെയും കാണാത്തൊരു സാധനം. ആൻഡ് അവിടെ മുകളിൽ നിന്ന് ആൾക്കാർ ചാടാൻ നിൽക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട്. ഞാനപ്പോൾ ഇങ്ങനെ ചേട്ടനോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഇവിടെ വെള്ളം കിട്ടുന്നതെന്ന്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇവിടെ എന്താ കിട്ടാത്തതെന്ന്. സത്യം പറഞ്ഞാൽ ശരിയാണ്, ദുബായിൽ എന്താ കിട്ടാത്തത്. ആൻഡ് അങ്ങനെ നമ്മൾ ദുബായ് മാളൊക്കെ കണ്ട് നമ്മൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് റാസൽ ഖൈമ എത്തി. അവിടെ നിന്ന് ഒരു മലയാളി ഹോട്ടലിൽ കയറി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കിഴി പൊറോട്ട കഴിച്ചു. കിഴി പൊറോട്ട വാസ് ടു ഹെവി. ആൻഡ് ആ ഹോട്ടലിൻ്റെ മുമ്പിൽ ബോഗൻവില്ല വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ തല മുഴുവൻ, എൻ്റെ തലയും എൻ്റെ കണ്ണൊക്കെ തപ്പുന്നത് ബോഗൻവില്ലേനെയാണ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് ദുബായ് കഴിഞ്ഞു. ആൻഡ് ദുബായിക്ക് എത്തി ബുർജ് ഖലീഫ കണ്ടപ്പോൾ ഞാനും ഹാപ്പി. എന്നെ ബുർജ് ഖലീഫ കാണിച്ചപ്പോൾ എൻ്റെ ചേട്ടനും ഹാപ്പി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.